എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു മുജാഹിദ് അനുഭാവിയാണ്. പക്ഷേ ഈ വേദിയിൽ വന്ന് അദ്ദേഹത്തിന് സംശയങ്ങൾ ചോദിക്കാൻ അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ അറിവില്ല, എനിക്കത് സാധ്യമല്ല എന്നൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. നബിദിനത്തെ സംബന്ധിച്ചാണ്. ഒരാള് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ച് ഖുർആൻ ഓതുകയോ ദിക്റുകൾ ചൊല്ലുകയോ റസൂലുള്ളാന്റെ പേരിൽ സലാത്ത് ചൊല്ലുകയോ ചെയ്യുന്നത് പ്രതിഫലാർഹമാണ്. അതിൽ തർക്കമില്ല മുസ്ലിങ്ങൾക്ക്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന മദ്ഹ് പറച്ചൽ, അല്ലെങ്കിൽ മദ്ഹ് പാടൽ, അല്ലെങ്കിൽ നബിദിന റാലി, നബിദിന യോഗം, ഭക്ഷണം വിതരണം ചെയ്യൽ, ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും ഉത്തമം ഈ മേൽ പറഞ്ഞ ഈ ദിക്റുകൾ ചെല്ലുക, ഖുർആൻ ഓതുക, റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചെല്ലുക, ഇതല്ലേ? ഇതൊരു പ്രകടനമായി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹു തആലക്ക് അറിയാലോ, ഖുർആൻ ഓതുന്നവനും ദിക്റുകൾ ചൊല്ലുന്നവനും ഒക്കെ അള്ളാഹിനെയാണ് സ്മരിക്കുന്നത്. പിന്നെ അതൊരു പ്രകടനമായി ജനങ്ങളിടയിൽ ഇങ്ങനെ കാണിക്കേണ്ട രീതി ഉണ്ടോ? സ്വകാര്യമായിട്ട് ചെയ്താൽ പോരെ എന്നൊരു അഭിപ്രായം. ഇതിനെന്താണ് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു? ചില കാര്യങ്ങൾ സ്വകാര്യമായി ചെയ്യേണ്ടതുണ്ട് ഇസ്ലാമിൽ. അതാരും അറിയാൻ പാടില്ല, അത് സ്വകാര്യമായിട്ട് തന്നെ ചെയ്യണം. വേറെ ചില കാര്യങ്ങൾ പരസ്യമാക്കേണ്ടതുണ്ട്, അത് പരസ്യമായിട്ട് തന്നെ ചെയ്യണം. അത് ഇസ്ലാമിന്റെ പൊതു നിയമമാണ്. പരസ്യമായി ചെയ്യേണ്ടതിൽ പെട്ടതാണ് ഇപ്പൊ ഈ വാദപ്രതിവാദം, അതുപോലെ തന്നെ മുഖാമുഖം എന്നൊക്കെ പറഞ്ഞ അത് ഉള്ളിൽ വെച്ച് ചെയ്യാനുള്ളതല്ല. അത് നാലാൾ അറിയണം, ജനങ്ങളെ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, ആരാണ് ഉത്തരം പറയുന്നത് ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ ജനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള വേദിയാണ്. എന്നതുപോലെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് അത് സ്വകാര്യമായി ചെയ്യേണ്ടതല്ല. സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് കാണാം. അള്ളാഹുവിന്റെ ഫളിലും റഹ്മത്തുമാകുന്നു, റഹ്മത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ഫളിൽ കൊണ്ടും വബിറഹ്മത്തിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുമാണ് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഗതികൾ എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് വിശദീകരിച്ചതിനു ശേഷം അള്ളാഹു പറയുന്നു, ഫബിദാലിക ഫൽയഫ്റഹു, ആ റഹ്മത്ത് കൊണ്ടും ഫളിൽ കൊണ്ടും ഫൽയഫ്റഹു, അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. ആ നബി തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് മെല്ലെ രഹസ്യമാക്കി വെക്കാൻ പറ്റൂല, അത് പരസ്യമായി പ്രകടിപ്പിക്കുക തന്നെ വേണം. അതിന് ഇസ്ലാം അനുവദിക്കുന്ന നിഷിദ്ധമാക്കാത്ത ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യാം. അതാണ് ഇസ്ലാമിൽ ഇത്തരം പുണ്യകർമ്മങ്ങൾ, ഇങ്ങനെ ചില കർമ്മങ്ങൾ പരസ്യമാക്കി ചെയ്യാനുള്ള കാരണം. നോക്കൂ നിങ്ങൾ, നമ്മൾ ചെയ്യുന്ന നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താ? വഅലിനു ഹാദൻ നിക്കാഹ, നിക്കാഹ് നടത്തുമ്പോൾ അത് നിങ്ങൾ പരസ്യപ്പെടുത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വലീമത്ത്, നമ്മൾ ഖിതാന്, പുരുഷന്മാരുടെ സുന്നത്ത് ചേലാകർമ്മം ചെയ്യുന്ന പരിപാടിയും അത് പരസ്യപ്പെടുത്തണം. ഇസ്ലാമിന്റെ ഭാഷ അങ്ങനെയാണ്. അതിലേറെ നല്ലത് ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ അത് ചെയ്യുന്നയാളും ഈ കുട്ടിയും മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് തസ്ബീഹും ചൊല്ലിയാണ് ചെയ്താൽ പോരെ എന്നല്ല റസൂൽ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ പരസ്യപ്പെടുത്തണം. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. സന്തോഷം പ്രകടിപ്പിക്കുക. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ ജന്മം, അവിടെ ഉദയം ചെയ്ത ആ സന്തോഷം ജനങ്ങളെ അറിയിക്കുകയും ആ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്, ആ ദിവസത്തിലാണ് ഞങ്ങളുള്ളത്, ആ മാസത്തിലാണ് ഞങ്ങളുള്ളത് എന്ന വിവരം ജനങ്ങളെ തെര്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് മൗലിദാഘോഷം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടല്ലേ ഇമാം അഹ്മദുൽ ഖസ്തലാനി തങ്ങൾ പറഞ്ഞു, വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, മുസ്ലിമീങ്ങളായ ആളുകൾ എല്ലാവരുമായിരുന്നു യഹ്തഫിലൂന
അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു. ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസത്തെ അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു. വയഅമലൂനൽ വലായിമ, അവർ സദ്യകൾ തയ്യാർ ചെയ്യുകയും ഉണ്ടായിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, റബീഉൽ അവ്വലിന്റെ രാത്രികളിൽ അവർ സ്വതക്ക ചെയ്യാറുണ്ടായിരുന്നു. വയഅ്തദൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യൽ കൊണ്ട് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാറുമുണ്ടായിരുന്നു. ഇതൊക്കെ പൂർവീക മുസ്ലിമീങ്ങളുടെ നിലപാടാകുന്നു. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദുൽ ഖസ്തലാനി അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിന്റെ 1ാമത്തെ വാള്യം 136ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അപ്പൊ പൂർവീക മുസ്ലിമീങ്ങളൊക്കെ ചെയ്ത ഒരു വഴി തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് മുസ്ലിമീങ്ങൾ ആഘോഷം എന്ന് മാത്രമല്ല, ഇത് നമ്മൾ മാത്രമല്ല, കേരളത്തിലെ മുജാഹിദുകൾ, ഞാൻ പറയാം, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച നേതാവാണല്ലോ KM മൗലവിയും EK മൗലവിയും ഒക്കെ. അവര് പറയുന്നത് എന്താ? EK മൗലവിയുടെ അൽ ഇർഷാദ് മാസികയിലുള്ള വാള്യം 1 അതിലുള്ള ഒരു ലേഖനം ഞാൻ വായിക്കാം. എന്താ? റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നുവരുന്ന ഒന്നാണല്ലോ. ഏത്? മശ്രിഖ് മുതൽ മഗ്രിബ് വരെ എന്നാണ് ലോകം മുഴുവനും. റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് മുഴുവനും നിലനിൽക്കുന്ന സംഗതിയാണ്. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്നു പറയുവാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടൊക്കെ ഈ മൗലിദാഘോഷമുണ്ട്. അപ്പൊ ഏതെങ്കിലും നാട്ടില് അവിടെ ഏതെങ്കിലും മുജാഹിദുകളുള്ള സ്ഥലത്ത് മൗലിദാഘോഷം നടക്കുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താ? EK മൗലവി പറയുന്നു അവിടെ മുസ്ലിങ്ങളില്ല എന്നാണ്. നമ്മൾ പറയല്ല, EK മൗലവി അവിടെ മുസ്ലിങ്ങളില്ല, അതുകൊണ്ടാണ് അവിടെ അതൊന്നും നടക്കാത്തത്. എന്നിട്ട് പറയുന്നത് കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ ഇങ്ങനെ ആഘോഷിക്കുന്നതിനെ കുറിച്ച് വിശദമായ ലേഖനം. അതിന് KM മൗലവി നോക്കി നിങ്ങൾ അൽ മുർഷിദ് മാസിക, ആ അൽ മുർഷിദ് മാസികയിൽ പറയുന്നത് എന്താ? KM മൗലവി വിശദമായ KM മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള ആ അൽ മുർഷിദ് മാസികയിൽ വിശദമായി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിങ്ങൾ എല്ലാവരും ആ റബീഉൽ അവ്വലിനെ ലോകത്തെല്ലായിടത്തും കൊണ്ടാടുന്നുണ്ട്. എന്നിട്ട് പറയുന്നു ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. KM മൗലവി അനുയായികളെ ഈ കഥല്ലാത്ത മുജാഹിദിന്റെ ഇപ്പോഴത്തെ കുട്ടികളെയും അനുയായികളെയൊക്കെ പഠിപ്പിക്കുക. കുട്ടികളെ ഇതൊക്കെ ആഘോഷിക്കേണ്ട പരിപാടി, ഞങ്ങൾ കരുതിയ പരിപാടിയല്ല, ഇത് ലോകം മുഴുവനും കൊണ്ടാടുന്ന പരിപാടിയാണ്, നിങ്ങളെല്ലാവരും ആഘോഷിക്കേണ്ടതാകുന്നു. ലോകത്ത് നടക്കുന്ന അന്താരാഷ്ട്ര നബിദിനാഘോഷത്തിന്റെ ക്ലിപ്പിൽ ചെയ്ത് അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാനിതുകൂടി വായിക്കാം. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. അതാ EK മൗലവി എഴുതുകയാണ്, KM മൗലവി എഴുതുക. എന്തൊക്കെ? തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. തിരുമേനിയോടുള്ള റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് അവസാനം എഴുതുക, മുജാഹിദുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഇത് നിങ്ങളെ പത്രമാണ് വായിക്കുന്നത്, ഇത് മലയാളമല്ല, അറബി മലയാളാണ്. പ്രാചീന നേതാക്കളെ എഴുതി വച്ചിട്ടുള്ളതാണ്. സംശയമുള്ളവരുണ്ടെങ്കിൽ വരാം, നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. നാളെ വേറൊരു സ്റ്റേജ് കെട്ടണ്ട, ഇതിൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഉറപ്പുവരുത്താം. അവസാനം പറയുന്നത് എന്താ? മൗലിദിന്റെ മജ്ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ്, ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. ഏത്? മൗലിദിന്റെ മജ്ലിസ് ഇതൊക്കെ സാധിക്കുന്ന സദസ്സാണ്. അത് വല്ലാത്തൊരു പുണ്യ സദസ്സാണ്. കേട്ടോ, റസൂലുള്ളാഹിന്റെ മൗലിദോതുന്ന ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്താഹി
വൽഹാബീബിൽ ആറാബി എന്നൊരു വിടുന്ന മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ടല്ലോ, അതൊരു പുണ്യ സദസ്സാണ്. അത് നരകത്തേക്ക് പോണതല്ല, അത് ബിദ്അത്തല്ല, അനാചാരമല്ല. എന്നിട്ട് എഴുതുന്നു, അൽ മുർഷിദ് എഴുതുന്നു, അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. ഏത്? ആ മൗലിദിന്റെ മജ്‌ലിസിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പൊ അതിൽ സംബന്ധിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത മുജാഹിദുകളെ, നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു. പറയുന്നത് ഞങ്ങളല്ല, നിങ്ങളെ പ്രാചീന നേതാക്കൾ കെ.എം. മൗലവിയും ഇ.കെ. മൗലവിയുമാണ്. അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇത് ആഘോഷിക്കണം, അത് സ്വകാര്യം കൊണ്ടുവെക്കേണ്ടതല്ല, ഇത് ആഘോഷിക്കണം, പുറത്തേക്ക് പ്രകടനമായി തന്നെ നീങ്ങണം, ഭയങ്കര പരിപാടിയാക്കണം എന്നാണ് മുജാഹിദിന്റെ പ്രാചീന നേതാക്കളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതുണ്ടോ? ഒന്ന് വെച്ചുകൊടുക്കാം. UAE ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും അബുദാബിയിൽ നടക്കുന്ന മീലാദ് കോൺഫറൻസ്, പ്രഗത്ഭ പണ്ഡിതന്മാരും സയ്യിദുകളും പങ്കെടുക്കുന്ന മീലാദ് സമ്മേളനം ലോകതലത്തിൽ തന്നെ ജനശ്രദ്ധയാകർഷിക്കുന്നു. يوم الميلاد المبارك هو الأصل الذي تفرعت عنه كل أمجاد الرسالات في الأرض. الاحتفاء بسيد الأحباب المخصوص بالرقي إلى دوس قاب ഇതിനല്ലാതെ മറ്റൊരു കാര്യത്തിനു വേണ്ടിയല്ല ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്ന് തീർച്ചയാണോ? അവർ പറഞ്ഞു, തീർച്ചയാണ് റസൂൽ. ذكر رسول الله صلى الله عليه وسلم وإنني لأحنا في خلع الوقار والمهابة يجلى ولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى صلى الله عليه بنور كشف ومدحت بطيبة طاغا ودعوت بطاغا الله ومدحت بطيبة طاغا
ودعوت بطه الله أن يحشرني أواها بلواء رسول الله. يا رسول الله أجرنا، يا رسول الله أجرنا، الغوث رسول الله، الغوث رسول الله. وشكوت إليه ذنوبي فاستغفر لي محبوبي، وشكوت إليه ذنوبي فاستغفر لي محبوبي، ورجعت بدون عيوب من عند رسول الله. النبي صلوا عليه صلوات الله عليه، النبي صلوا عليه صلوات الله عليه، وينال البركات كل من صلى عليه، وينال البركات كل من صلى عليه. يا النبي صلوا عليه صلوات الله عليه، يا النبي صلوا عليه صلوات الله عليه، وينال البركات كل من صلى عليه، وينال البركات كل من صلى عليه. الله 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 മലയാളത്തിൽ ഖുതുബ ഓതിയാൽ ശരിയാകുമോ തെറ്റാകുമോ? ഞാൻ സുന്നിക്കാരനാണ്. എന്റെ ചോദ്യം, മലയാളത്തിൽ ഖുതുബ ഓതിയാൽ അത് ശരിയോ തെറ്റോ? മലയാളത്തിൽ ഖുതുബ ഓതുക എന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല. ഏതായാലും മലയാളത്തിൽ ഖുതുബ പറഞ്ഞാൽ അത് ഖുതുബയാവൂല. ജുമയുടെയോ അല്ലെങ്കിൽ നമ്മൾ നിബന്ധനയായ ഖുതുബ ആവുകയില്ല, നിസ്കാരം സഹിയാവുകയുമില്ല. അക്കാരണത്താൽ ജുമാ ശരിയായിട്ടില്ലെങ്കിൽ അത് ളുഹ്ർ നമസ്കരിക്കണോ? നിർബന്ധമായിട്ടും ളുഹ്ർ ഖളാ വീട്ടേണ്ടി വരും. ഖളാ ആയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ സമയത്തിലാണെങ്കിൽ അപ്പോൾ തന്നെ ളുഹ്ർ നിസ്കരിക്കേണ്ടി വരും. നിസ്കാരം ളുഹ്റായിട്ട് ആ നിസ്കാരം വീട്ടൽ നിർബന്ധം. ഈ ഖളാ ആയതിന്റെ ശേഷമാണ് ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പരിപാടി ഇപ്പോഴാണ് ഓർക്കണതെങ്കിൽ ഇപ്പൊ ളുഹ്ർ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല, ഒരിക്കലും ശരിയാവില്ല. നബിദിനത്തെ സംബന്ധിച്ച് എന്റെ സ്നേഹിതൻ ചോദിച്ച ചോദ്യം ഞാൻ ചോദിച്ചു. ഉസ്താദ് അതിന് തെളിവുകൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഒരു സംശയം കൂടിയുണ്ട്. റസൂലുള്ള ജീവിച്ചിരിക്കുമ്പം റസൂലുള്ളാന്റെ മദ് പാടിയിട്ട് റസൂലുള്ള അവരോട് എന്നെ പുകഴ്ത്തി പറയല്ലേയും എന്നതാക്കല്ലേ, അതൊക്കെ സമൂഹത്തിലൊരു മോശമാണ്, ഞങ്ങനെ വലിയ ആളാക്കണമെന്ന്, അങ്ങനെ വല്ല തെളിവും കാര്യവും ഉണ്ടോ? ഒരിക്കലുമില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയതെന്താ?
وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء. നബിയെ, തങ്ങളെക്കാൾ ഏറ്റവും ഭംഗിയുള്ള ഒരു ഒറ്റ മനുഷ്യനെയും ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല നബിയെ. തങ്ങളെയത്ര സുമുഖനായ സുന്ദരനായ ഗുണം ചെയ്യുന്ന ഒരു മനുഷ്യനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല നബിയെ. മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ രൂപത്തിൽ തങ്ങൾ ഇച്ഛിച്ചതുപോലെയാണ് അള്ളാഹു തങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നബിയേ എന്നൊക്കെ പറഞ്ഞ് ആരംഭ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അതാ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹങ്ങനെ പറയുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ആരംഭ റസൂൽ പറഞ്ഞതെന്താ? ഹസ്സാനെ മിണ്ടാതിരിക്കുക, എന്നെപ്പറ്റി അങ്ങനെയൊന്നും പറയരുത് എന്നല്ല. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ് ഖാല റസൂലുള്ളാഹി. പടച്ചവനെ, ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഇനിയും എന്നെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള ശക്തി നൽകണേ അല്ലാഹുവേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രസിദ്ധമായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ വചനം നിങ്ങൾക്കറിയില്ലേ? ആരംഭ റസൂലിനെ കുറിച്ച് ബാനത്തു സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റഹാ ലം യുഫദ മഖബൂലു ഹൈഫാഉ മുഖ്ബിലതൻ അജ്സാഉ മുദ്ബിറതൻ ലാ യുസ്തകാ ഖിസറുൻ മിൻഹാ വലാ തൂലു. സുആദ് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ വർണ്ണിച്ച് അവസാനം ആരംഭ റസൂലുള്ളാഹി തങ്ങളോട് ഉപമിച്ചുകൊണ്ട് മദ്ഹ് പറയുകയാണ് കഅബ് ഇബ്നു സുഹൈർ. അവസാനം അദ്ദേഹം അതിന്റെ വരികളിലൂടെ ചൊല്ലുകയാണ്, ഇന്നർ റസൂല ലസൈഫുൻ മുസ്തവാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അങ്ങനെ ഒരാൾ ആകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. എന്താ തഹ്ഖീഖുകൾ? മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടി ശിക്ഷ ഒരേ സമയം അനുഭവിക്കാൻ പറ്റും സുന്നിയായാൽ. നിരീശ്വരവാദിയാലോ ഒരു ശിക്ഷയെ കിട്ടുള്ളൂ. ഈ തല വല്ലാത്തൊരു തല തന്നെയാണ്. അത് പൊതിഞ്ഞ് മേലക്ക് വിടണം. ആകാശത്തിന് താഴത്തേക്ക് വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ ഭൂമിക്ക് ആവശ്യമില്ല, മേലക്ക് വിടന്നെ. പോട്ടെ, പാറിപ്പോട്ടെ. ഈ ജാതി ഗവേഷണ സഹോദരന്മാരെ, ഇതാണ് ഇവരുടെ മതം. ഇവർക്ക് മതത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. കാഫറാക്കി നിങ്ങൾക്കറിയോ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് കുടുംബം, ആദരണീയരായ സാദാത്തുക്കൾ അല്ലേ, അവരവരെ ഇവർ കാഫറും മുശ്രിക്കുമാക്കുകയാണ്. കേരളത്തിലെ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച സീഡി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാകും. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ ഇവിടെ കാണിക്കട്ടെ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കുടുംബം കേരളത്തിലുള്ള ഖുറാഫാത്തുകൾക്കും ശിർക്കുകൾക്കും ബിദ്അത്തുകൾക്കും അടിത്തറ പാകുന്നവരും അതിന് സഹായിക്കുന്നവരുമാണെന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അരികിൽ സ്ത്രീകളും കുട്ടികളും ജനങ്ങളുമൊക്കെ ഐക്കല്ലിനും മന്ത്രത്തിനുമൊക്കെ വരുന്ന രംഗം പാണക്കാട് തങ്ങളുടെ വീട്ടിന്റെ ചിത്രം എടുത്തുകൊണ്ട് അറബികൾക്ക് അറബിയിൽ പരിചയപ്പെടുത്തി മുശ്രിക്കും കാഫിറുമാക്കി പരിചയപ്പെടുത്തുകയാണ് കേരളത്തിലെ മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. ജിദ്ദയിൽ മുജാഹിദിന്റെ നേതാക്കൾ പ്രദർശിപ്പിച്ച അവരവിടുത്തെ അറബികളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ സീഡിയാണ് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും കാഫിറുകളുമാണെന്ന് വരുത്തി തീർക്കുകയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. പാണക്കാട് തങ്ങളെ കുറിച്ച് പറയുന്ന ആ സീഡി ഒന്ന് കേൾക്കൂ നിങ്ങൾ. إن رئيس هذا المركز أيضا من دعاة الطقوس الباطلة يأتي الناس إلى منزله للتبرك ولشراء التمائم والطبلة وإنه وأسرته
من أنصار البدع والخرافات في ربوع كيرلا مع أنه سياسي معروف. മുശ്രിക്കുകൾ കാഫിറുകൾ എന്നിട്ട് മുസ്ലിങ്ങളാരാ? അതും മുജാഹിദ് പഠിപ്പിക്കാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാകുന്നത് നമ്മുടെ നാട്ടിലുള്ള ബാലനും രാമനും ഒക്കെ യഥാർത്ഥ മുസ്ലിമാകുന്നു. മഅദല്ലാഹ്. മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദാണ്. മുജാഹിദ് പ്രസ്ഥാനം ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മുജാഹിദ് ബാലുശ്ശേരി എന്ന അവരുടെ വലിയ മൗലവി പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് നമ്മുടെ നാട്ടിലെ ബാലനും രാമനുമൊക്കെ മുസ്ലിമാകുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ഇരിക്കും. നമ്മൾ മീമോ കാഫോ. സത്യത്തിൽ ചോദിക്കുന്നവരായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. നങ്ങ് കേൾക്കണോ? ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പോഴാണ് നിങ്ങള് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അപ്പോഴേ അത് കാഫറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫറാവില്ല എന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ആരെ കാഫറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അല്ലല്ലാത്തവരെ ആരാധിക്കുക. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. താടിയും തലപ്പാവുള്ള ആളുകളൊക്കെ കാഫിർ. നോക്കിങ്ങൾ, താടി മൂപ്പർക്കുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തലപ്പാവ് കൂടി റെഡിയായാൽ മതി. നോക്ക് നിങ്ങൾ, താടിയും തലപ്പാവുള്ള ആളുകളൊക്കെ കാഫിർ. പിന്നെ നമ്മളെ നാട്ടിലുള്ള ബാലനും രാമനും ഒക്കെ മുസ്ലിമുമാകുന്നു. ഏതാത് തൗഹീദ്? ഈ രാജ്യത്ത് മമ്പാട്ടങ്ങാടിയിലുള്ള സാധാരണക്കാര് നാളെ മുജാഹിദുകളെ റോഡരികിൽ വെച്ച് നിങ്ങൾ ജനകീയ വിചാരണ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതാണിത് മതം? ബാലനും രാമനും ഒക്കെ മുസ്ലിമാണെന്ന് പറയുന്ന ആയത്തേതാണ്? അതേതാ മതം? നിങ്ങളെ പ്രവാചകനാരാണ്? നിങ്ങളെ മതത്തിന്റെ പേരെന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇത് ഇസ്ലാമല്ല, ഇത് ഖുർആനല്ല, ഇത് സുന്നത്തല്ല. ഇത് ഒരു സ്ഥലത്തുനിന്ന് അബദ്ധം പറഞ്ഞതല്ല, വേറൊരു സ്ഥലത്തുനിന്ന് മൂപ്പര് നന്നായി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാകുന്നു. യഥാർത്ഥ മുസ്ലിം കേട്ടോളൂ, അയാളെന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമേ. മൈദീശേഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. അപ്പോ ഒരു ബാലേട്ടൻ ദൈവമേ രക്ഷിക്കണേ എന്നങ്ങ് പറഞ്ഞു പോയാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാ. മുഹിയുദ്ദീൻ ശേഖെ രക്ഷിക്കണമെന്ന് ഒരാൾ പറഞ്ഞ അയാൾ കാഫിറുമാകുന്നു. നമ്മളെ നാട്ടിലൊരു ബാലൻ, ഒരു രാമൻ, ബാലേട്ടനും അറിയാം അയാൾ മുസ്ലിമാണെന്ന്, ഞമ്മക്കും അറിയാം. അയാൾ മുസ്ലിം അല്ലാതെ അയാൾക്കും അറിയാം, നമ്മക്കും അറിയാം. പഴയ ഒരു മനുഷ്യനാ, കാലുമ ചെരുപ്പും കൂടി ഇല്ല. ഈ കുടുങ്ങിയ റോഡ് മമ്പാട്ട് അങ്ങാടി കൂടെ അങ്ങനെ നടന്നു പോയപ്പോ എതിരെ ഒരു ബസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരിക. അയാൾ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്നും ഇങ്ങോട്ട് താഴത്തേക്ക് മാറിയതാ. അപ്പൊ റോഡും വന്ന് ആ കാലൊന്നും ഇങ്ങോട്ട് പടം പറഞ്ഞു താഴോട്ടായി. അറിയാതെ അയാൾ പറഞ്ഞു പോയി, ദൈവമേ രക്ഷിക്കണേ. ബാലേട്ട അറിയാതെ പറഞ്ഞതാണ്, ദൈവമേ രക്ഷിക്കണേ എന്നാണ്. പറഞ്ഞപ്പോഴേക്ക് മുജാഹിദ് മൗലവി ഇത് കേട്ടു. ബാലേട്ട വരി ഞങ്ങളെ പള്ളിക്ക് വരികയാണ്. അതെന്ത് ചോദിച്ചു? നിങ്ങൾ മുസ്ലിം അയക്കണോ? ഇല്ല, അയ്യോ ഞാൻ മുസ്ലിമായിട്ട്. നിങ്ങൾ മിണ്ടിപ്പോ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും നിങ്ങൾ പള്ളിയിലേക്ക്. അതെന്ത് ചോദിച്ചു? നിങ്ങൾ ദൈവമേ രക്ഷിക്കണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യം, ഞങ്ങൾ മുസ്ലിമായിട്ടുണ്ട്. നോക്കുങ്ങൾ, ഏതാത് മതം ഞങ്ങൾക്ക് അറിയില്ല. ഇതേതാ മതത്ത്? ഖുർആനാണോ? ഇത് സുന്നത്താണോ? ഇത് തൗഹീദാണോ? ഇതിനൊക്കെ ഇപ്പോഴും കഥയുള്ള ആളുകൾ ഉണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതുകൊണ്ട് ആ മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പ്രസ്താവന എന്റെ കൈവശമുണ്ട്, മാധ്യമം പത്രം. ഞാൻ ഒരിക്കൽ നോക്കിയപ്പോൾ അത്ഭുതപ്പെടുത്തിപ്പോയി. എന്താ? മുജാഹിദിന്റെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, പഴയതുപോലെ തിരൂരിൽ നിന്ന് പ്രസംഗിച്ച റിപ്പോർട്ടാ, പഴയതുപോലെ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ പഴയതുപോലെ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും, ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നവർ ധാരാളമായി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരുന്നു. എന്നാൽ ഇന്നത് വളരെ കുറവാകുന്നു. ഇന്ന് അങ്ങനെ പഴയ മാതിരി മുജാഹിദ്ക്കാരും കടന്നു വരുന്നില്ല. ആരെങ്കിലും കടന്നു വരുമോ? ഈ ജാതി ഏടാകൂടത്തേക്ക് ആരാ കടന്നു വരിക? ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടേണ്ട ആശയമാണ്, പ്രസ്ഥാനമാണ് എന്നതിൽ
ചിന്തിക്കുന്നവർക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ നാട്ടിലെ ബാലേട്ടൻ, നമ്മുടെ നാട്ടിലെ രാമേട്ടൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാത്ത, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത അവരൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഈ പ്രസ്ഥാനം ഇത് ഇസ്ലാമല്ല. ചിന്തിക്കുന്നവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ദുഷിച്ച ആശയത്തിന് ലോകത്ത് നിലനിൽപ്പില്ല സഹോദരന്മാരെ. ഞാൻ പറഞ്ഞത് ഇതാണ് മുജാഹിദ് പഠിപ്പിക്കുന്നത്. സലാം പറയല് മുസ്ലിങ്ങൾ തമ്മിലുള്ള പരിപാടിയാണ്. മുജാഹിദികളുടെ ഭാഷയിൽ നമ്മൾ മുശ്രിക്കാണ്, കാഫിറാണ്, നമ്മളെ കൊല്ലണമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ദീനല്ല, അവരോട് സലാം പറയേണ്ടതുമില്ല. മുബത്തദിഉകളായ ആളുകളോട് സലാം പറയാൻ പാടില്ലെന്ന് ഇമാം നബവി റഹിമഹുല്ല തന്റെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാമ അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി തങ്ങൾ തന്റെ അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിന്റെ 172 പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ല വളരെ വ്യക്തമായി തന്റെ ഉന്നത്തു ത്വാലിബിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല തന്റെ അസ്സവായിഖുൽ മുഹ്രിഖ ഫി റദ്ദി അലാ അഹ്ലി സൈഖ് വൽ സന്ദഖ എന്ന ഗ്രന്ഥത്തിലും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുന്നികളായ നമ്മൾ മുബത്തദിഉകളോട് സലാം പറയാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. ഞാൻ മുജാഹിദുകളോട് ഒരു കാര്യം ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇത്രയും പൈസ മുടക്കി ഈ പരിപാടി സംഘടിപ്പിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞ മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കുന്ന ഈ പരിപാടി വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ച ഉസ്താദുമാർക്ക് അല്ലാഹു തആല അവർക്ക് അർഹിച്ച പ്രതിഫലം കൊടുക്കട്ടെ. നമ്മളെല്ലാവരും ഇത് സത്യമായി മനസ്സിലാക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. എനിക്ക് വോട്ടവകാശമുണ്ട്, ഐഡന്റിറ്റി കാർഡുണ്ട്, എല്ലാമുണ്ട്. ഇവിടുത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളുമാണ്. ഇവിടെ ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കും മതം വിശ്വസിക്കാത്ത ആളുകൾക്കും യുക്തിവാദികൾക്കും ഈശ്വരവാദികൾക്കും ഒക്കെ ജീവിക്കാൻ അവകാശമുള്ള ഒരു നാടാണ് നമ്മൾ ഇന്ത്യ രാജ്യം. ഈ അടിസ്ഥാനത്തിൽ ഇവിടെ അവനാന്റെ മതം എല്ലാവർക്കും പറയാം, മറ്റുള്ളവർക്ക് അലവസരപ്പെടുത്താത്ത രീതിയിൽ പറയാം. അതിനുള്ള അനുവാദം ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ എല്ലാ മതത്തിന്റെ ആളുകളും പ്രസംഗിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, ഈ കവലയിൽ പ്രസംഗിക്കുന്നു, അവർ പറയുന്നു, പോകുന്നു, കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഇവിടെ 4 ദിവസം മുന്നേ പരിപാടി വെച്ച് ഇവിടുത്തെ 80% വരുന്ന സുന്നികളായ മുസ്ലിങ്ങളെ കുഫറും സിർക്കും ആരോപിച്ച് അവർ ദീനിന്റെ പടിക്ക് പുറത്താക്കി. അവർ മാത്രം ഒറിജിനൽ മുസ്ലിങ്ങൾ, വേറെ ആരും മുസ്ലിങ്ങളല്ല എന്ന രീതിയിൽ സംസാരിച്ചുകൂടെ പോയി. എന്റെ ബഹുമാനപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട്, അവരെന്റെ സഹോദരന്മാരുണ്ട്, എന്റെ സ്നേഹിതന്മാരുണ്ട്, അയൽവാസികളുണ്ട്, ആ ബഹുമാനം എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഞാനതിന് ഖുർആൻ ആയത്ത് എനിക്ക് ഓതാൻ അറിയും, ഞാൻ ഓതുന്നില്ല. കാരണം എന്താ പറയുക, ഖുർആന്റെ അർത്ഥം ഞാൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ വിചാരിക്കുന്നില്ല. കാരണം ആ ആയത്ത് ഓതിയ കാഫിറുകൾക്കാണ്. അതുകൊണ്ട് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആളുകൾക്ക് ഞാൻ ഓതും. അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ഇവിടെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് നിങ്ങളുടെ സംസാരത്തിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നിവർത്തി തരേണ്ട ആവശ്യകതയും നിങ്ങൾക്കുണ്ട്. ഞാനൊരു ജനാധിപത്യ വിശ്വാസി, ഒരു വോട്ടവകാശമുള്ള ഒരു പൗരൻ നിലനിൽക്ക് എന്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമാതിരി ഒരു ഓപ്പൺ സ്റ്റേജ് കെട്ടി ഞങ്ങളെപ്പോലത്തെ സാധാരണ ആളുകൾ ചോദിച്ച് തൗഹീദ് നിങ്ങൾ ആ നിമിഷം വീണ്ടും വരും. അതാണ് ഗ്യാരണ്ടി. അതിന് യാതൊരു മടിയില്ല. നിങ്ങൾ തെളിയിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പറയുന്ന വാക്കിനോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് സഹോദരങ്ങളെ, ഇതൊരു വെല്ലുവിളിയല്ല, ആത്മാർത്ഥമായ ഒരു സഹോദരന്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളൊരു പരിപാടി വെച്ച് ചോദിക്കാനൊരു അവസരം തരൂ. അല്ലാതെ നിങ്ങൾ ഒളിച്ചോടല്ലേ ജനങ്ങളടിയിൽ വന്ന് ജനങ്ങളെ ചീത്ത പറയാം, പിന്നെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതിന്
ഇത്രയും കത്ത് കൊടുത്ത് ഈ പരിപാടി സംഘടിപ്പിച്ച് സാമ്പത്തിക ചെലവുണ്ടാക്കി ജനങ്ങളടിയിൽ തെറ്റിദ്ധാരണ നിർത്താൻ നിങ്ങൾ വിളിച്ചു വരൂ, ഗ്രന്ഥങ്ങളേറ്റ് വരൂ. ഒരാളവിടെ കാണാനില്ല, ഒരാളെ ഇവിടെ കാണാനില്ല സഹോദരങ്ങളെ. ഞാൻ ഈ പാവപ്പെട്ട കുറെ ചോദ്യം ഉണ്ടാക്കി മുജാഹിദിന്റെ ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഇത് ഇന്ന വഹാബ് സഖാഫി ഏൽപ്പിച്ചതല്ല. ഈ പരിപാടി ഇവിടെ വിജയകരമായി നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം എന്താ, ഞാൻ ഇതുവരെ വിശ്വസിച്ചു പോകുന്ന പ്രകാരം എന്റെ ബാപ്പ മുസ്ലിക്കാന്ന് വിശ്വസിച്ചിരുന്ന ആളായാണ്. എന്റെ ബാപ്പാന്റെ മയ്യത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല കൂട്ടരെ. ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചു പോലെ പ്രമാണം പറഞ്ഞപ്പോ മുസ്ലിക്കാക്കി ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. എന്റെ ബാപ്പാന്റെ മയ്യത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ? എന്റെ പെങ്ങന്മാരൊരു മുജാഹിദിന് കെട്ടാൻ പറ്റുമോ? പറ്റൂല. ഇവിടെ അടുത്തൊരു സഹോദരൻ തർക്കിച്ചപ്പോ പറഞ്ഞ്, ആളെന്ന് ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം വലിയ മുജാഹിദിന്റെ ആളാണ്. വലിയ ആള് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ സംബന്ധിച്ചമായി മുജാഹിദ് യഥാർത്ഥമായി മനസ്സിലാക്കണമല്ലെന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, ഈ സുന്നികൾ ഇത്ര മോശം ആളുകളാണെങ്കിൽ, ഇത്ര മുസ്ലിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകന്റെ വിവാഹം നിങ്ങൾ ഉറപ്പിച്ച്. ഞാൻ കേട്ടെടുത്തോളം മഞ്ചേരിയിലൊരു സുന്നി കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ വിവാഹം ഉറപ്പിച്ചത്. നിങ്ങൾ പറയുന്ന ആദർശത്തോട് ഇത്ര പ്രതിബദ്ധതയുണ്ട് സഹോദര, ഒരു സുന്നി കുടുംബത്തിൽ മുസ്ലിക്കായ പെണ്ണ് നിങ്ങൾ കെട്ടിച്ചോ? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി വളരെയധികം ഖേദകരമായൊരു മറുപടിയാണ്. അയാൾ ചിന്തിച്ചിട്ടാണോ പറഞ്ഞത്, ചിന്തിച്ചാതെ പറഞ്ഞാൽ അറിയില്ല, അള്ളാഹു തആല അദ്ദേഹം പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം പറയാണ്, ഞാന് ഇവിടെ കൊടുന്നിട്ട് അവരെ മുസ്ലിം ആക്കും. അള്ളാന്റെ റസൂല് മുസ്ലിക്കുന്ന പെണ്ണിട്ടാൻ പറഞ്ഞിരിക്കണ നമ്മളോട് പറഞ്ഞിക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചെല്ലിട്ട് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞത് അല്ലേ? പിന്നെ കെട്ടിയിട്ട് മുസ്ലിമാക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിലുണ്ടോ? അപ്പൊ ഏതാണ് വില മതം? ഞാൻ ചോദിക്കുന്നു. അത് കാഹള അങ്ങോട്ട് വെച്ച് ചോദിക്കും, ഞങ്ങളോടെന്താ ചോദിക്കണ്ടേ? ഞങ്ങളും പറയാതെ തന്നെ ഏതാ ബല മതം? ഇത് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ച മതമല്ല. അതന്നെ ഞങ്ങൾ പറഞ്ഞത്. ഇത് പടച്ചോനിറക്കിയ മതല്ലേ അല്ല. ഇത് ബാലേട്ട മുസ്ലിമാണെന്ന് പറയുന്ന മതാണ്. അത് ആപ്പീസിൽ നിന്ന് കിട്ടിയ മതാണ്. ഇത് ഇസ്ലാം ദീനല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ച മതം അല്ലേ അല്ല. ഇതാ ഞങ്ങളും പറയണത്. നിങ്ങൾ തിരിഞ്ഞു വരുന്നുള്ളൂ. ആലിമീങ്ങൾ വിവരമുള്ളത് കുറെ മുമ്പ് പറഞ്ഞിരിക്കണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച മതല്ല, റസൂൽ പഠിപ്പിച്ച മതല്ല. ഇവരെ മതത്തിന്റെ പേരെന്താണ്? ഇവരെ മതത്തിന്റെ ഓരോ നിയമങ്ങൾ ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മുജാഹിദുകൾ സഹോദരന്മാർ, എന്താ ഇവരെ മതം? ഇതെന്റെ കയ്യിലുണ്ട്. മുജാഹിദുകൾ പഠിപ്പിക്കുന്ന, മുജാഹിദ് ഇപ്പൊ സ്ത്രീകളെ ജുമാഅക്കും ജമാഅത്തിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അല്ലേ? അതിന് വലിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇപ്പൊ അവിടുന്നൊക്കെ വിട്ടു. പണ്ട് മുജാഹിദ് പറഞ്ഞത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അവനെ പോയിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ്, പള്ളി പോയിട്ടില്ലെങ്കിൽ കാഫിറാണ്. പിന്നെ പറഞ്ഞു നിർബന്ധമില്ല, കാഫിറും ഇല്ല, സുന്നത്തും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് മുബാഹാണ്, വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്യുമ്പോൾ മുബാഹാണ്. നോക്കണം നിങ്ങൾ. ഇപ്പൊ മുജാഹിദ് അവിടുന്നൊക്കെ വിട്ടിപ്പോ എന്താ പറയുന്നത്? കൊണ്ടുപോവേണ്ടത് എങ്ങനെയാണെന്നുള്ള തർക്കം. മുജാഹിദിന്റെ പുടവ മാസികന്റെ കൈവശുണ്ട്. അതിൽ പറയുന്നത് എന്താ? ഉമ്മു അബ്ദില്ല വടകര ഒരു സ്ത്രീ ചോദിക്കുക, മുജാഹിദ് വനിത എന്താ ചോദിക്കണത്? അല്ല, ഞങ്ങൾക്കിപ്പോ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരണം. അപ്പോ അന്യ സ്ത്രീകളുടെ, അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? പുടവ മാസികയാണ് എന്റെ കയ്യില്. പുടവ മാസിക. എന്താ ചോദ്യം? ഒരു സ്ത്രീക്ക് അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്ത് പള്ളിക്ക് വരാൻ പറ്റുമോ എന്നാ ചോദ്യം. ചോദ്യം പ്രസക്താണ്. ചെറുപ്പക്കാരനായ ഭർത്താവ് ഓൻ മുജാഹിദായിരുന്നു, ഓൻ ഗൾഫിലേക്ക് പോയി, പെണ്ണിന് പള്ളിക്ക് പോകണം, മൗലവിനെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഓൾക്കൊരു അസ്വസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് പള്ളിക്ക് പോകണം. അതിനിപ്പോ എന്താ ചെയ്യാ? വയസ്സായ അമ്മോശനും അമ്മായിമ്മക്ക് ഓല തടിയോടെ നിൽക്കാൻ വയ്യ, പിന്നല്ലേ ഓളെ പള്ളിക്ക് കൊണ്ടുപോലെ. അപ്പൊ അതിന് പരിഹാരമുണ്ട്. അടുത്ത വീട്ടിൽ ISMകാരുണ്ട്, സജീവ പ്രവർത്തകനാണ്, ഓനക്കൊരു ബൈക്കുണ്ട്, ഓനേതായാലും പള്ളിയിൽ പോണതാണ്. അതിന്റെ മെയിനാണ് ഇരുന്ന് കൊടുത്താൽ ഓനക്കൊരു സുഖം, ഓൾക്കൊരു സുഖം, രണ്ടാൾക്ക് പള്ളിക്ക് എത്തും ചെയ്യും. അത് പറ്റുമോ എന്ന ചോദ്യത്തിന്റെ അന്തസത്ത. അപ്പൊ മറുപടി എന്താ കേട്ടോളൂ. ഉത്തരം: അന്യപുരുഷന്റെ കൂടെ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യപുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിൽ യാതൊരു തകരാറുമില്ല. എങ്ങനെയുണ്ട് ബൈക്കുള്ള ചെറുപ്പക്കാർ? ജാഗ്രത. മുജാഹിദ് പള്ളിന്റെ മുമ്പ് കൂടെ പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിച്ചോളി, ചാടി കയറിയേക്കാം. അള്ളാഹു നിങ്ങളെ കാക്കട്ടെ, നിങ്ങളെ ബൈക്കുകളെ കാക്കട്ടെ, നമ്മളെ നാക്കാലികളെയും കാത്തു രക്ഷിക്കട്ടെ. അത്ര ഗൗരവമാണ്. എന്നിട്ട് മുജാഹിദ് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? അപ്പൊ ഒരു സംഗതി ഉണ്ട്. ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊക്കെ അറിയാം,
പുരുഷന്മാരായ നമ്മളിരിക്കും പോലെ സ്ത്രീകൾക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ. നമ്മളിങ്ങനെ ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടിരിക്കും. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ കുറച്ച് പ്രയാസമായിക്കാറല്ലോ. പെണ്ണുങ്ങൾ രണ്ടു കാലം മുന്നിക്കിട്ടിരിക്കണം. മുന്നിക്കിട്ടിരിക്കുമ്പോ ബൈക്കാണ്ട് ഇളകുമ്പോ ഓള് നിലത്തേക്ക് വീഴാതിരിക്കണമെങ്കിൽ മുന്നിലുള്ള ആളെ പിടിക്കേണ്ടി വരും. ആ പുറത്തെ എവിടെ വരികയെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ ചിന്തിച്ചാൽ മതി. അന്യ പുരുഷനാ മുമ്പിലിരിക്കുന്നത്. അപ്പൊ മുജാഹിദിന്റെ സുല്ലമി കണ്ടറിഞ്ഞ് പത്തു കൊടുക്കുക. എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാകുന്നു. പരമാവധി ശ്രമിക്കന്നെ. പിന്നെ ബൈക്കല്ലേ, കുണ്ടിലും കുടിയിലും ചാടുമ്പോ അടക്കി പിടിച്ചെന്നെ അത് കാര്യാക്കണ്ട. പരമാവധി ശ്രമിക്കുക. ഏതാത് മതം അതൊക്കെ സഹിക്കാം. എന്നിട്ട് പറയുന്ന ഒരു നിബന്ധന ഉണ്ട്. അതാണ് നമുക്ക് ഛർദിക്കാൻ വരുന്നത്, ഓക്കാനിക്കാൻ വരുന്നത്. എന്താ സംഗതി? ഇങ്ങനെയൊക്കെ ആണെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ പെണ്ണിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു. എങ്ങനെയുണ്ട്? ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ ഒരു ചെറുപ്പക്കാരനെ ബൈക്കിന്റെ പിന്നിൽ ഇരുത്തി കൊണ്ടുപോകാം. എത്ര വരെ കൊണ്ടുപോകാം? 24 മണിക്കൂർ ഇങ്ങനെ ഉലാത്ത. അതിന് കുഴപ്പമില്ല. ഈ 1 മിനിറ്റ് അങ്ങോട്ട് പോയാൽ തൊഴിലിന്ന് പുറത്തു പോകും. ശ്രദ്ധിക്കണേ. ഇവര് എവിടുന്നാ വരുന്നത്? ഒരു ചെറുപ്പക്കാരനായ ഒരു ചെറുപ്പക്കാരന് ഒരു യുവതിയെ കിട്ടിയ 24 മണിക്കൂർ വേണോ? ഇവര് എവിടുന്നാ വരുന്നത്? ഇവരെ മതേതാ? ഇവരെ പാർട്ടിയേതാ? ഇവരെ മതത്തിന്റെ പേരെന്താ? ഇവരെ നബിയുടെ പേരെന്താ? ഇത് ഇസ്ലാമല്ല, ഇസ്ലാമല്ല. പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ വരെ ഭീമാകാരമായ അബദ്ധമാണ് കൈവന്നിട്ടുള്ളത്. ഞങ്ങൾ വെറുതെ പറയുകയല്ല, സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഈ ഏടാകൂടത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയമായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചതെന്താ? അള്ളാഹുവിന് 2 കൈകളുണ്ട്, കാലുണ്ട്, അവയവമുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. എല്ലാം ഉണ്ട് എന്ന പഴയ കാലത്ത് മുജാഹിദ് പഠിപ്പിച്ചിരുന്നത് എന്തായിരുന്നു എന്നറിയോ? അള്ളാഹുവിന് ഈ അവയവങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു. ഇപ്പൊ മുജാഹിദ് പഠിപ്പിക്കുന്നത് എന്താ? അള്ളാഹുവിന് 2 കൈകളുണ്ട്. മുജാഹിദിന്റെ അത്തൗഹീദ് മാസിക എടുത്തോളൂ. അതിൽ കാണാം അള്ളാഹുവിന് വലത്തെ കൈ, ഇടത്തെ കൈ. അതായത് 7 ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടതു കൈയിലുമാകുന്നു. മുജാഹിദിന്റെ നേതാവ് എഴുതിയത് ആ പുസ്തകത്തിൽ കാണാം. അപ്പൊ 7 ആകാശം വലത് കൈയിലും ഭൂമി ഇടത് കൈയിലും ഭൂമി ഇടത് കൈയിലുമായി മുജാഹിദുകൾ തന്നെ പരിചയപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. മുസ്ലിമീങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. അപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോ മുജാഹിദിന്റെ സക്കരിയ സലാഹി എഴുതി പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറഞ്ഞു, ഇതിന്റെ 25-ാമത്തെ പേജിൽ പറഞ്ഞു, അള്ളാഹ്ക്ക് വലത് കൈ ഇല്ല, അള്ളാഹുവിന്റെ ഇടത് കൈ ഇല്ല. 2 കൈയും വലത് ഭാഗത്ത് തന്നെയാണ്, ഇടതു ഭാഗത്ത് കൈയില്ല. ആദ്യം പറഞ്ഞു വലത് ഭാഗത്ത് 7 ആകാശം, വലത്ത് കൈയിൽ 7 ആകാശം, ഇടത് കൈയിൽ ഭൂമിയാകുന്നു. 2004 എഴുതി പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറഞ്ഞു ഇടതു ഭാഗത്ത് കൈയില്ല, അത് വലതു ഭാഗത്തേക്ക് മുജാഹിദുകൾ വളരെ ശാസ്ത്രീയമായ വിശകലനത്തിലൂടെ അത് വെട്ടിമാറ്റി ഇപ്പുറത്ത് ഫിറ്റ് ചെയ്ത വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അവർ. അപ്പൊ ഞങ്ങൾ ഈ 2 പുസ്തകം കൂടി എടുത്തു പറഞ്ഞു, ഇതാ ഈ പുസ്തകത്തിൽ ഇങ്ങനെ മുജാഹിദുകൾ പഠിപ്പിക്കുന്നു 2 കൈ ഉണ്ട്. ഇതിൽ പറഞ്ഞു 2 കൈ, ഇടത് കൈ ഇല്ല. ഇതാണ് മുജാഹിദുകൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ജനങ്ങളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് 2009 ജനുവരി ലക്കത്തിലെ അൽമനാർ ഞാൻ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയതാണ്. അത് വാങ്ങിയപ്പോ അതിന്റെ 24-ാമത്തെ പേജിലതാ അള്ളാഹുവിന്റെ നഷ്ടപ്പെട്ട ഇടതു കൈ വീണ്ടും തിരിച്ചു കിട്ടിയ സന്തോഷ വാർത്തയാണ് ഇതിലുള്ളത്. നോക്കണം നിങ്ങൾ. അള്ളാഹിനെ കൊണ്ടാണ് ഈ പന്താടുന്നത്. അള്ളാന്റെ ഇടത് കൈ വീണ്ടും ഇവർക്ക് തിരിച്ചു കിട്ടുകയാണ്. ഏതാണിത് മതം? ഏതാണിത് ഇസ്ലാം? ഇവരുടെ ഇത് ഇസ്ലാമാണോ? ഈ മതത്തിന്റെ പേരെന്താ ഞങ്ങൾക്കറിയുന്നില്ല. സഹോദരന്മാരെ, ഇപ്പൊ മുജാഹിദ് ആഫീസിൽ നടക്കുന്ന ഗുരുതരമായ ചർച്ച എന്താണെന്നറിയോ? ഇത് മുജാഹിദിന്റെ ഇസ്ലാഹി മാസിക, ഉഗ്രവാദി മാസിക, തീവ്രവാദി മാസിക. ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഊരന്റെ വലിപ്പെത്ര, അതിന്റെ സെന്റിമീറ്റർ എത്ര എന്നുള്ള കാര്യത്തിൽ അപ്പത്തെ തർക്കം. ഏത് അള്ളാന്റെ ഊര? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? അള്ളാന്റെ ചന്തിയും കൈയും കാലും ഒക്കെ പറഞ്ഞ് ഇവർ തർക്കിക്കുകയാണ്. ഇവിടെ മുജാഹിദിന്റെ മടവൂർ ഗ്രൂപ്പ് ഇതിനെ വിമർശിച്ചപ്പോ അതിനെ വിമർശിച്ചുകൊണ്ട് അവർ എഴുതുകയാണ്. മടവൂർ ഗ്രൂപ്പ് പറഞ്ഞു, പിന്നെ നമ്മൾ അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, വിരലുണ്ട്, ചന്തിണ്ട്, പള്ളുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. സുന്നികള് നമ്മളൊരു വഴിക്കാക്കിയിട്ട് ഇനിയിപ്പോ ഊര് കൂടി ഉണ്ട് എന്ന് പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞു. ആര്? മടവൂർ ഗ്രൂപ്പ്. അതുകൂടി പറഞ്ഞാൽ സുന്നികള് നമ്മളെ വിടൂലട്ടോ, അതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞപ്പോ മുജാഹിദിന്റെ മൗലവി ഗ്രൂപ്പ് പറഞ്ഞു അത് പറ്റൂല, ഊരാന്ന് പറഞ്ഞാൽ ഊരാന്ന് തന്നെ. കണ്ടോ, അള്ളാഹുവിന്റെ ഊര എന്നത് അവന്റെ ഒരു വിശേഷണമാണ്. അത് അപ്പടി അംഗീകരിക്കലാണ് സലഫുകളുടെ രീതി. അതിനെ വ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ ഇല്ല. എന്നാൽ മുഅ്തസിലത്തും ജഹമിയ്യത്തും ആദർശമായി സ്വീകരിച്ച മടമൂരികൾ അള്ളാഹുവിന്റെ ഈ സിഫത്തിനെ, അതായത് ഊരയെ അപ്പടി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ അള്ളാഹ് ഊരല്ലാതെ മടമൂരികൾ പറഞ്ഞു കഴിഞ്ഞു. അത് വല്ലാത്തൊരു അബദ്ധം തന്നെ, അത് ശരിയല്ല. അള്ളാഹ് ഊരയുമുണ്ട്. മുജാഹിദിന്റെ അള്ളാനെയാണ് ഞാൻ ഈ പരിചയപ്പെടുന്നത്, ഞാനല്ല മുജാഹിദ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഓർക്കണം, ഊരയുള്ള, കൈയുള്ള, ചന്തിയുള്ള, അവയവങ്ങളുള്ള
അനധിവിദൂരല്ലാത്ത ഭാവിയിൽ നമ്മളൊക്കെ പറയാൻ മടിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതുകൂടി മുജാഹിദുകൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുജാഹിദിന്റെ അള്ള ഇങ്ങനെ കാണാം, മുജാഹിദിന്റെ സദസ്സിലേക്ക് ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന കാലം അനധിവിദൂരമല്ല എന്ന കാര്യം നിങ്ങളൊക്കെ ഓർക്കണം. ഇതാ മുജാഹിദ് അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഈ അള്ളാഹു മുസ്ലിങ്ങൾ അള്ളാഹുവാണോ? അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച ഈ ഖുർആനിക സൂക്തത്തിൽ പഠിപ്പിച്ച വിശദീകരണമുള്ള വിശദാംശമുള്ള അള്ളാഹു അല്ലേ അല്ല. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. പൂർവീകരൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. മുജാഹിദുകളോ അള്ളാഹുവിനെ വികൃതമായി അവതരിപ്പിച്ചു. എന്നിട്ടോ ഇപ്പൊ മുജാഹിദുകൾ ഞങ്ങൾ അമുസ്ലിമീങ്ങൾക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് വെച്ചോണം. അതുകൊണ്ട് തന്നെ ആ മുസ്ലിമീങ്ങൾ വരെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സഹോദരന്മാരെ, ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്താ കാരണം? ഈ വികൃതമായ വികലമായ മുജാഹിദുകളെ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ഇവരുടെ മതം ഇത് ഇസ്ലാമല്ല, ഇത് ഖുർആൻ പഠിപ്പിച്ചതല്ല, ഇത് റസൂല് പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളതല്ല. ഈ കാര്യം നിങ്ങളൊക്കെ ഓർക്കണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. സമയം വളരെ അതിക്രമിച്ചു. ഇനി പ്രസക്തമായ ചോദ്യമുണ്ടെങ്കിൽ പറയാം. സഹോദരന്മാരെ, ഇവിടെ വഹാബികൾ ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധം മാത്രമല്ല, മനുഷ്യാവകാശങ്ങൾക്ക് എതിരെയുള്ള കയ്യേറ്റം കൂടിയാണ്. കാരണം മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാടുകൾക്ക് മുജാഹിദുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മൾ പറയുന്നതൊക്കെ റെഡിയാണ്, ഞമ്മക്ക് ഞാനൊന്നും സംശയമല്ല. ഒരൊറ്റ മമ്പാട് മുജാഹിദ് പള്ളി മഹല്ലിൽ താമസിക്കുന്ന ഒരുപാട് മുജാഹിദുകളുണ്ട്. ആ മുജാഹിദുകളൊന്നും ഇവിടെ ചോദിക്കാൻ വരാത്തതിന്റെ കാരണം മുജാഹിദ് മൗലവിമാര് പഠിപ്പിക്കുന്ന ഒരാശയമാണ്. അതെന്താണ്? TP അബ്ദുള്ള കോയ മദനി മുജാഹിദിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ മരിച്ചു ചെന്നാൽ ഖബറിൽ മലക്ക് വന്ന് ചോദിക്കണം, അല്ല മുജാഹിദെ, സ്വഹാബത്തല്ലേ എനിക്ക് മതം കൊണ്ടുവന്നത്? ആ സ്വഹാബത്ത് അറബിയിലെ ഖുതുബയല്ലേ നിനക്ക് പരിചയപ്പെടുത്തി തന്നത്? സ്ത്രീകൾ വരാത്ത ജുമാ ജമാഅത്തല്ലേ പരിചയപ്പെടുത്തി തന്നത്? ആ സ്വഹാബത്ത് തന്നെ ഇവിടെ മഖ്ബറയുടെ സാന്നിധ്യം ആ സ്വഹാബാക്കൾക്ക് തന്നെ ഇവിടെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനത്തിൽ ആ ഒരു നിലയിൽ മലക്കാള ഭാഗത്തുനിന്ന് ചോദ്യം വന്നാൽ മുജാഹിദ് കുഞ്ഞാടുകൾക്ക് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു കൊടുത്തൊരു മറുപടി ഉണ്ട്. അതെന്താണ്? അത് നിങ്ങള് മലക്കാൾ വന്ന് ചോദിച്ചാൽ കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ട് കേട്ടതാണ്. അതുകൊണ്ട് ബാക്കിയൊക്കെ ചോദിച്ചണമെങ്കിൽ മുജാഹിദ് സെന്റർക്ക് ഫോൺ ചെയ്താൽ മതി എന്ന് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു കൊടുക്കണം. ഈ മമ്പാട്ടങ്ങാടിയിലെ മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ ചോദിക്കാൻ വരാത്തതിന് രണ്ടാമത്തൊരു കാരണം ഇനി അങ്ങാടിയിൽ പറയരുത്. TP അബ്ദുള്ള കോയ മദനി ഏറ്റെടുക്കും, AP അബ്ദുൽ ഖാദർ മൗലവി ഏറ്റെടുക്കും, അല്ലെങ്കിൽ മമ്പാട് പള്ളിയിൽ പിന്നെ വേറൊരു സുല്ലമി പറഞ്ഞത് കേരളത്തിൽ എല്ലാവരും മുജ്തഹിദാകൾ, എല്ലാ മദ്രസയിലെ മുഅല്ലിമീങ്ങളും പള്ളിക്കല ഇമാമിങ്ങളൊക്കെ തികഞ്ഞ മുജ്തഹിദീങ്ങളാണ്. ഈ മുജ്തഹിദീങ്ങൾ ഏറ്റെടുക്കും എന്ന് കരുതി ഖബറിൽ മുജാഹിദ് സെന്ററത്തെ ഫോൺ നമ്പർ കൊടുക്കാൻ വിചാരിച്ച് കാത്തിക്കാൻ. അതുകൊണ്ട് കൊളത്തൂർ ഉസ്താദ് പറഞ്ഞു, സമയം അതിക്രമിച്ചിട്ടുണ്ട്, വഹാബികൾക്ക് ചോദിക്കാൻ വരാം. ഇനി അതല്ല, പരസ്യമായി ഇതുപോലെ ഒരു സംവാദത്തിനുണ്ടെങ്കിൽ അതിനും റെഡിയാണ്. കത്ത് ഇപ്പോൾ തന്നാൽ നിങ്ങൾക്ക് മറുപടി തരും. ഇവിടെ പ്രസംഗിക്കാമെന്ന മൗലവി പറഞ്ഞത്, ഈ ഹക്ക് എല്ലാ സമയത്തും പറയുന്ന, എല്ലാ സമയത്തും ഈ ഹക്ക് പറയും, ചങ്കണ് മുറിച്ചാലും പറയുന്ന, ചങ്കൊന്നും മുറിയണില്ല, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട്, എന്നിട്ടൊന്ന് പറയാൻ വന്നു. ഏലംകുൾ ഉസ്താദ് ആദ്യം പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നതിൽ നിങ്ങൾക്ക് സംശയമല്ല എന്നതുകൊണ്ട് നിങ്ങൾ വരാതെ കണ്ട, ഞങ്ങൾ വിശ്വസിക്കണതിൽ തകരാറുണ്ട് എന്ന് പറയാനെങ്കിലും ഞങ്ങളെ മൈക്ക് ഉപയോഗപ്പെടുത്തണം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ചിലർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അത് തോന ആൾക്കാരുള്ളവർക്കെന്നാണ്. ഇനി ഏത് നിലക്കും ഒരു ഞങ്ങൾ റെഡിയാണ്. അങ്ങാടിയിൽ വരുന്ന ഈ ടീമിനെ, ഈ പിരാന്തി ഇനി നാട്ടുകാർ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കുഞ്ഞാടുകൾക്ക് TP അബ്ദുള്ള കോയ മദനി പഠിപ്പിച്ചു കൊടുക്കുന്ന ദീന് സഹോദരന്മാരെ നിങ്ങൾ നോക്കും. ബഹുമാനായ TP അബ്ദുള്ള കോയ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ, ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴികേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കാരണം ജമീയത്തിന്റെ തയ്യാർ എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. അത് ഏറ്റെടുക്കാൻ ഒരു ഉണക്കമൗലവിനും കിട്ടൂല എന്ന് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. അതുകൊണ്ടാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്,
ഇനി കബറിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇത് അറിയില്ലേന്ന് പറഞ്ഞാൽ പള്ളറച്ച് മലായിക്കത്തിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നു മനസ്സിലാക്കിക്കോളൂ മുജാഹിദീങ്ങളെ. കാരണം നിങ്ങൾക്കറിയാനുള്ള, നിങ്ങൾക്ക് പഠിക്കാനുള്ള, നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള, നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള വിശാലമായ വേദിയും വിശാലമായ സദസ്സും മമ്പാട് പഞ്ചായത്തിലെ എല്ലാ വഹാബി കേന്ദ്രങ്ങളിലും എല്ലാ മൗദൂദി കേന്ദ്രങ്ങളിലേക്കും ഔദ്യോഗികമായും ആധികാരികമായും മാന്യമായും ലെറ്റർ കൊടുത്ത് ക്ഷണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വേദി സംഘടിപ്പിച്ചത്. സാക്ഷാൽ ഇന്ന് കേരളത്തിലെ വഹാബികളുടെ തലതൊട്ടപ്പനായ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ആധികാരികമായി ജാതിയ നബിയിൽ കത്തുകൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഓടിച്ചിട്ടിരിക്കുന്ന സീറ്റ് ഇപ്പോഴും ഇവിടെ കാലിയാണ്. അത് ഉപയോഗപ്പെടുത്താനുള്ള ത്രാണി, അത് ഉപയോഗപ്പെടുത്താനുള്ള തന്റേടം, അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ആണത്വം, അതിനുള്ള തൊലിക്കട്ടി, അതിനുള്ള പ്രാമാണിക കരുത്ത്, അതിനുള്ള തറവാടിത്തം നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ കേരളത്തിലെ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആദർശപ്പടയാളികളായ പണ്ഡിതന്മാരോട് മുഖത്തു നോക്കി രണ്ടറഫിന്റെ ചോദ്യം ഉന്നയിക്കാൻ തന്റെ ഇടമുള്ള ഒരു മൗലവിയെ ഇന്ന് വരെ ഒരു ഉമ്മ പറ്റിട്ടില്ല എന്ന് ഈ സർവീസിനെ സാക്ഷിയാക്കി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നാളെ ഞങ്ങാടിയിലിറങ്ങി തോന്നിവാസം പറയാൻ നിൽക്കരുത്. ആണത്തമുണ്ടെങ്കിൽ തന്റെ ഇടമുണ്ടെങ്കിലോ ഈ സെക്രട്ടറാത്തിന്റെ ഹാലിലെങ്കിലും ഈ പരിപാടിയെ സംബോധനം ചെയ്യാനുള്ള വിശാല മനസ്സ് മൗലവിമാർക്കുണ്ടാകില്ലെന്ന് ഞങ്ങൾക്കറിയാം. സാധാരണ മുജാഹിദുകളെ നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തണം. നാളെ ആഖിറത്തിൽ TP അബ്ദുൽ ഖാദർ മദനിയെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഈ അങ്ങാടിയിൽ ബഹുമാനപ്പെട്ട കോളത്തൂർ ഉസ്താദ് മമ്പാട്ടങ്ങാടി പരിചയമുള്ള ആളാ. മമ്പാട് പഞ്ചായത്തിൽ മുമ്പ് 2 മുഖാമുഖം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ 2 മുഖാമുഖത്തിലും ഇതുപോലെ ഞങ്ങൾ പരിപാടി ചോദിച്ചതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വഹാബിയാക്ക് സ്റ്റേജ് എട്ടാൻ റിട്ടയർഡായ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 10 എണ്ണം പുതിയതായി ഉണ്ടാവിടില്ല. അത് തന്നെയാണ് നിങ്ങൾ നോക്ക്, ഏത് വഹാബി സ്റ്റേജിലും ആ പണ്ട് എന്തോ പള്ളി കമ്മിറ്റിനേറ്റ് പ്രസിഡന്റായി പോയതല്ലാതെ, അല്ലെങ്കിൽ പണ്ടെന്തോ ചില കുടുംബ തർക്കത്തിൽ വഹാബി ആയതല്ലാതെ പ്രമാണം കണ്ടുകൊണ്ട് പുതിയൊരു വഹാബി കേരളത്തിൽ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? ആ പ്രമാണം കണ്ടുകൊണ്ടല്ല ഒരൊറ്റ വഹാബിയും അപ്പുറത്തു പോയത്. പിന്നെ പ്രമാണല്ല, നാട്ടുംപുറത്തെ തർക്കം, കമ്മിറ്റിക്കാരോടുള്ള വാശിയും, അല്ലെങ്കിൽ ഒളിയത്തെറിച്ച് 2 കിലോ തോന കിട്ടാനും വേണ്ടി പോയവരോട് ജബീൽ വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. 500-ലധികം വരുന്ന മുഖാമുഖങ്ങളിലൂടെ കേരളത്തിന്റെ കവലകളിൽ 10,000-ങ്ങളായ മലയാളികളുടെ മുമ്പിലോ വഹാബി മൗലവിമാരെ പരസ്യമായി ജനകീയ വിചാരണ ചെയ്ത ആലിമീങ്ങളാണ് ഈ വേദിയിലിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോളത്തൂർ ഉസ്താദ്, ഏതെങ്കിലും ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങള് ഞങ്ങളെ ചെലവിലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ഒരു വർത്താനം പറഞ്ഞ് അങ്ങാടി ഇറങ്ങാൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ല. ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നത്? ഞങ്ങളുമാണ് റേഷൻ ഷാപ്പത്തെ റേഷൻ കാർഡ് വെട്ടിയിട്ട് നിങ്ങൾ വേറെ റേഷൻ ഷാപ്പ് പോയി അരി വാങ്ങണമെന്നാണ് മാന്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്.